നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി പഞ്ചായത്തിലെ പുതിയ MCF നാടിന് സമർപ്പിച്ചു. ഹരിതകർമ്മസേനയുടെ മാലിന്യ ശേഖരണത്തിനായി നിർമ്മിച്ച MCF പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ VI ജോൺസൺ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശുചിത്വ മിഷൻ ഫണ്ടിൽ നിന്നും 4,90,000 രൂപയും പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും 2,10,000 രൂപയും ചെലവഴിച്ചാണ് MCF നിർമ്മാണം പൂർത്തിയാക്കിയത്. ആളുകൾ തന്നെ പറഞ്ഞു തുടങ്ങി, അവർ കൃത്യം ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് വരാറുണ്ടല്ലോ എന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനം മാറി. അപ്പോൾ ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് വളരുകയെന്നും ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി ഇത് വലിയൊരു വരുമാന സ്രോതസ്സായിട്ട് മാറുമെന്നും എല്ലാ ജനങ്ങളും ഇതിനെ ആശ്രയിക്കുന്നു നമ്മൾ തുടക്കം തൊട്ടേ പറയുന്നുണ്ട്. അപ്പോൾ പലർക്കും ഇത് ചില സമയത്ത് ചിരിയായിരുന്നു, ചില സമയത്ത് ഇത് ഒഴിവാക്കി ചിലർ പോയി. പക്ഷേ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഇത് വളർന്നു വന്ന സമയത്ത് ആളുകൾക്ക് മനസ്സിലായി ഇതൊരു വലിയ വിജയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിലെ പ്രശ്നങ്ങളും പരാതികളൊക്കെ നിങ്ങളെപ്പോലെ ഞങ്ങളും അനുഭവിച്ചതാണ്. ആളുകൾ ഇത് ഗുണ്ടാപിരിവാണോ എന്ന് വരെ ചോദിച്ച ആളുകളുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതിയ ആളുകളുണ്ട്. ഫൈൻ അടയ്ക്കുന്നതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇന്നത് മാറി. ഇന്ന് ആളുകൾ നമ്മളത് കൃത്യമായിട്ട് ഈ പിഴ മറ്റു കാര്യങ്ങളിലൊക്കെ പിടിച്ചു തുടങ്ങിയപ്പോൾ ആളുകൾ തന്നെ വിളിക്കാൻ തുടങ്ങി. ഇതേ അവിടെ ഉണ്ട്, നടപടി എടുക്കണമെന്ന് പറഞ്ഞ് ആളുകൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം വളരെ ജെന്യുവിനാണെങ്കിൽ, നമുക്ക് വ്യക്തതയുള്ളതാണെങ്കിൽ, ആത്മാർത്ഥമാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ആളുകൾ അത് തിരിച്ചറിയും. കുറച്ച് പതുക്കുകയാണെങ്കിൽ. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റ് പരിസരം സൗന്ദര്യവൽക്കരണ പരിപാടികൾക്ക് തുടക്കമായി. ചെടികൾ നട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് മാർക്കറ്റിൽ സ്ഥിരമായി മാലിന്യം തള്ളിയിരുന്ന പ്രദേശം വൃത്തിയാക്കിയാണ് സ്നേഹാരാമം നിർമ്മിച്ചത്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെയും സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെയും ഭാഗമായായിരുന്നു ശുചീകരണം. ഒപ്പം ചേർപ്പ് പഞ്ചായത്ത് ഓഫീസ് മുതൽ പെരുമ്പിളിശ്ശേരി സെന്റർ വരെ റോഡിന്റെ ഇരുവശവും വൃത്തിയാക്കി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിദ്യാ രമേശ്, അനിത അനിലൻ, അംഗങ്ങളായ സുനിത ജിനു, പ്രിയലത പ്രസാദ്, K കൃഷ്ണകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി AV മുംതാസ്, ഹെൽത്ത് സൂപ്പർവൈസർ ഉമേഷ്, ചേർപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ NSS വിദ്യാർത്ഥികൾ, അധ്യാപകർ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കാളികളായി. മാലിന്യമുക്ത നവകേരളം മാർച്ച് 2025 മാർച്ച് 30 ശുചിത്വ കേരള പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി എല്ലാ വകുപ്പുകളെയും ഏകോപിച്ചുകൊണ്ട് ആണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഒക്ടോബർ 2 മുതൽ ആരംഭിക്കുന്ന യജ്ഞം വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാ ഘടകങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സന്നദ്ധ സംഘടനകൾ, പെൻഷനേഴ്സ്, അതുപോലെ പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ്, അങ്ങനെ എല്ലാവരെയും ചേർത്തിണക്കിക്കൊണ്ട് വ്യാപാരികൾ, പൊതു രംഗത്ത് നമുക്ക് ഓരോരുത്തർക്കുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്ന രീതിയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് റെസിഡൻസ് അസോസിയേഷനുകൾ, കുട്ടികളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രദേശങ്ങളെല്ലാം ഒരിക്കലും മാലിന്യം വലിച്ചെറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അവിടെ കുറച്ച് നാൾ കഴിഞ്ഞാൽ മാലിന്യം തള്ളപ്പെടുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത്. അപ്പോൾ അത്തരം രീതികൾ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമാണ് നമ്മുടെ പ്രദേശത്തെ
ശുചിത്വ പ്രദേശമാക്കി മാറ്റുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. KSSPU ചേർപ്പ് നോർത്ത് യൂണിറ്റ് വയോജന ദിനം ആചരിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. 80 വയസ്സ് പിന്നിട്ടവർക്ക് ചടങ്ങിൽ വസ്ത്രങ്ങളും സാമ്പത്തിക സഹായവും കൈമാറി. ചടങ്ങിൽ പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഡയപ്പറുകൾ ആശാപ്രവർത്തകർ ഏറ്റുവാങ്ങി. ഡോക്ടർ ശ്യാംകൃഷ്ണൻ ക്ലാസ് എടുത്തു. സെക്രട്ടറി PK ഗോപാലകൃഷ്ണൻ, പ്രസിഡന്റ് NM പ്രേമപത്മിനി, ബ്ലോക്ക് സെക്രട്ടറി KS മോഹനൻ, രക്ഷാധികാരികളായ NK സഹദേവൻ, KK ശങ്കരൻ, വൈസ് പ്രസിഡന്റുമാരായ M ഗോവിന്ദൻകുട്ടി, EP ദേവസിക്കുട്ടി, ജോയിന്റ് സെക്രട്ടറി KV ഗംഗാധരൻ, ട്രഷറർ T മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ഒരു പരിധിവരെയൊക്കെ നമ്മുടെ മുതിർന്നവരൊക്കെ നല്ല ആരോഗ്യശീലങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഇപ്പോഴത്തെ തലമുറയിൽ നിന്ന് കയറി വന്നിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും ആരോഗ്യശീലങ്ങളിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. ഈ ന്യൂജൻ കാലഘട്ടത്തിൻ്റെ കുറച്ച് പ്രസരണം കയറി വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ കൃത്യമായ സമയങ്ങളിലുള്ള ആഹാരശീലങ്ങൾ, അതുപോലെ ആഹാരശീലങ്ങൾ, അതുപോലെ തേച്ചുകുളിയും, അങ്ങനെ എല്ലാ ഇതുകളും ചിട്ടയായിട്ട് പാലിച്ചുകൊണ്ട് പോരുന്നവരാണ് കുറച്ച് മുമ്പത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അതൊക്കെ കൃത്യമായി പാലിക്കുന്നവർ ഇന്നും നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ. ഇന്നിപ്പോൾ പത്രത്തിൽ നമ്മൾ കണ്ടു 107 വയസ്സായ ഒരു മുത്തശ്ശിയുടെ പേരക്കുട്ടികളോടൊപ്പം കളിച്ച് ഇരിക്കുന്ന ഒരു ഇതാണ് ഇന്ന് വയോജന ദിനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പത്രത്തിൽ കണ്ട ഒരു ചിത്രം. വളരെ സന്തോഷിച്ചു, വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു അമ്മൂമ്മ. അപ്പോൾ അതുപോലെ ഒരുപാട് അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ അതുപോലെ ഇരിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ അവരുടെ ആ നല്ല കാലത്തിൽ അവർ ശീലിച്ചു പോന്നിരുന്ന ശീലങ്ങൾ നിലനിർത്തി പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഊരകം ALP സ്കൂളിൽ വയോജന ദിനം ആചരിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറുമായ തോപ്പിൽ തങ്കപ്പനെ ചടങ്ങിൽ ആചരിച്ചു. PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാംപുറം, അധ്യാപകർ, PTA അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പുള്ള് കാർത്യായനി ക്ഷേത്രത്തിൽ മോഷണം. ദേവിക്ക് ചാർത്തുന്ന മാലകൾ ഉൾപ്പെടെയുള്ള 5.5 പവനോളം തൂക്കമുള്ള ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. ആഭരണം സൂക്ഷിച്ചിരുന്ന ക്ഷേത്രത്തിനകത്തെ അലമാര കുത്തിപ്പൊളിച്ച നിലയിലാണ്. ക്ഷേത്രത്തിലെ പത്തായപ്പുരയും തുറന്നു കിടക്കുന്നുണ്ട്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ബസ്സുമായി കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കൊടകര വല്ലപ്പാടി കുളത്തൂർ പറമ്പിൽ 70 വയസ്സുള്ള കൃഷ്ണനാണ് മരിച്ചത്. ദേശീയപാത കൊടകര പേരാമ്പ്ര നാടുകുന്ന് ബസ് സ്റ്റോപ്പിന് സമീപം തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന സ്കൂട്ടറിനെ ബസ് മറികടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ കൃഷ്ണനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാലക്കുടി പോലീസ് കേസെടുത്തു. സുലോചനയാണ് ഭാര്യ. മക്കൾ പ്രദീപ്, പരേതനായ പ്രജീഷ്, മരുമകൾ നീതു. ദേശമംഗലം തലശ്ശേരി സെന്ററിന് സമീപം സ്കൂട്ടർ ഇടിച്ച് കാൽനട യാത്രികന് പരിക്ക്. തലശ്ശേരി സ്വദേശി മൂച്ചിക്കൽ വീട്ടിൽ 63-കാരൻ അബൂബക്കറിനാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന വയോധികനെ നിയന്ത്രണം വിട്ട ഇരുചക്ര വാഹനം ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. സ്കൂട്ടർ റോഡിൽ മറിയുകയും ചെയ്തു. പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പെരിഞ്ചേരി ദി യൂണിയൻ ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. വൈകിട്ട് 5-ന് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്യും. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് അധ്യക്ഷത വഹിക്കും. പാർലം പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ അമ്മാടം സബ് സെന്റർ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഗാന്ധി ജയന്തി ദിനത്തിൽ സേവന ദിനം ആചരിക്കും. ചടങ്ങിൽ ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിക്കും. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി പരിസരത്ത് നടക്കുന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്യും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി.
സ്വർണം ഗ്രാമിന് 7050 രൂപ, പവന് 56,400 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി പഞ്ചായത്തിലെ KSSPU ചെർപ്പ് നോർത്ത് യൂണിറ്റ് വയോജന ദിനം ആചരിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.